നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അർജുന, നമ്മുടെ ആക്സിം ബഹിരാകാശ ദൗത്യവുമായി ബന്ധപ്പെട്ട് ശുഭാംശു ശുക്ല നമുക്കെല്ലാം അഭിമാനമായി മാറിയിട്ടുള്ള വ്യക്തിയാണ്. ശുഭാംശു ശുക്ല ഈ സ്പേസിലെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വരുന്നതൊക്കെ നമ്മൾ ഇന്നലെ സ്റ്റാറ്റസൊക്കെ ഇട്ട് നമ്മളെല്ലാവരും തന്നെ അത് വളരെ അഭിമാനത്തോടു കൂടി ആഘോഷിച്ചതാണ്. ആ സമയത്തിന് ഇടയ്ക്കാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഉദിത് രാജ് ഒരു പ്രസ്താവന ഇറക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ശുഭാംശു ശുക്ല എന്തിന് പരിഗണിച്ചു, അതിന് പകരം ഒരു ദളിതനെ പരിഗണിച്ചുകൂടായിരുന്നു കേന്ദ്ര സർക്കാരിന്, എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലങ്ങളിൽ ദളിതർക്ക് അവസരം കൊടുക്കുന്നില്ല? ഇതൊരു സാധാരണ ചോദ്യമായിട്ടല്ല ഞാൻ കാണുന്നത്. ഒന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു വിഘടനവാദം ഉണ്ടാകേണ്ടത്, ഒരു വർഗീയത ഉണ്ടാവേണ്ടത് എന്ന് കൃത്യമായി അത് പ്ലാൻ ചെയ്ത് എറിഞ്ഞതാണ് ഈ പറയുന്ന കോൺഗ്രസ് എം എൽ എ. എങ്ങനെയാണ് ഇവരൊക്കെ എന്താ മനസ്സിലാക്കുന്നത്? എന്ത് നിലവാരമില്ലാത്തൊരു ചോദ്യമാണ്. ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർക്കഥ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ബഡ്ജറ്റ് അവതരണ വേളയിൽ പോലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പോലും ചോദിച്ചത് അതിൻ്റെ കമ്മിറ്റിയിൽ എത്ര ദളിതുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ ദളിത് സ്നേഹം എന്നുള്ളതൊക്കെ നമ്മൾ ബോധ്യപ്പെടേണ്ടത് തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ദളിതുകൾക്ക് അതോടൊപ്പം തന്നെ ആ ഒരു അവഗണന, ഈ പറയുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഒരു പരിഗണന ലഭിക്കാൻ വേണ്ടി മണ്ഡൽ കമ്മീഷൻ വേണ്ടി വന്നു. ആ മണ്ഡൽ കമ്മീഷൻ തന്നെ നടപ്പാക്കിയത് ഏത് ഗവൺമെൻറ് കാലത്താണ്? അതാണ് ഇവരുടെ പരിഗണന എന്ന് പറയുന്നത്. അത് മാത്രമല്ലല്ലോ, നമ്മൾ ഇവരുടെ ഈ ദളിതുകളുടെ പരിഗണനയെ പറ്റി പറയുമ്പോൾ നമ്മൾ അംബേദ്കറോട് ഇവർ ചെയ്തിട്ടുള്ള എന്തുമാത്രം ക്രൂരതകളാണ് ചെയ്തിട്ടുള്ളത്. 2 തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തെ പരസ്യമായി തോൽപ്പിക്കുകയല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ദളിതർക്കൊപ്പമാണ് എന്ന് പറഞ്ഞ ഒരു വ്യാജ സിമ്പതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ. ബീഹാറിലെ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടാണ്, പാവം ഈ സമൂഹത്തിൽപ്പെട്ടവരുടെ വോട്ട് നേടാനും നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തുടരെ ഇങ്ങനെ പ്രസ്താവന നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ പോലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമായിരുന്നില്ലല്ലോ. കോൺഗ്രസിൻ്റെ മന്ത്രിസഭയുടെയും UDFിൻ്റെ മന്ത്രിസഭയുടെയും കാലഘട്ടത്തിൽ എല്ലാ മന്ത്രിസ്ഥാനങ്ങളും എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും വീതം വെച്ചിരുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രിയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുള്ളതല്ലേ. അപ്പോൾ എല്ലാം പരിഗണിക്കുന്നത് ഈ ജാതി നോക്കി പരിഗണിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പെർഫെക്ഷൻ വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പക്ഷേ വോട്ടിന് വേണ്ടിയിട്ട് ഈ കൂട്ടർ അങ്ങനെ നിലപാടിറക്കുന്നു. പക്ഷേ അതിനൊരു പെർഫെക്ഷൻ വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അവർ തുടരെ ഇങ്ങനെ പ്രസ്താവനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഉദിത് രാജിനെ പോലൊരാൾ ഇത്തരത്തിലൊരു കാര്യം പറയുന്ന സമയത്ത് നമ്മളതൊരു നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇതിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഒരു രാഷ്ട്രീയമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ വേണ്ടി ഒരു ഡിവൈഡിങ് പൊളിറ്റിക്സ് ഉണ്ടാക്കുക എന്നുള്ളത് കൃത്യമായ ലക്ഷ്യമാണ് ഇതിൻ്റെ പുറയിലുള്ളത്. പക്ഷേ അത് ചോദിക്കുമ്പോൾ ഒരു നിലവാരത്തിൽ ചോദിക്കണ്ടേ? കാരണം ബഹിരാകാശ ദൗത്യം പോലുള്ളൊരു പ്രധാനപ്പെട്ട ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആൾക്കുള്ള മെറിറ്റ് എന്ന് പറയുന്നത് അതിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് ജാതിയല്ല. ഒന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പറയുന്ന ബഹിരാകാശ ഏജൻസികൾക്കോ ഈ ISRO പോലുള്ള ഏജൻസികളിലോ റിസർവേഷൻ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റിസർവേഷൻ ഇല്ല, സംവരണം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റി പറയാൻ നമ്മളാളല്ല, പക്ഷേ അവിടെ സംവരണം പാലിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എന്താ സംവരണം പാലിക്കാതെന്നറിയാം. കാരണം കഴിവുള്ളവർ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അത്. ഈ ശാസ്ത്രീയമായ സയന്റിഫിക് കാര്യങ്ങൾക്ക് മാത്രമേ അവിടെ പ്രാധാന്യമുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് അതിപ്പം അവര് ഈ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് നാരങ്ങ വെച്ച് പൂജിക്കുന്നു, ആ സംഭവം അല്ല ഞാൻ പറയുന്നത്. ഒരു കണ്ടുപിടുത്തം നടത്താൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അത്രയും ബ്രില്യന്റ് ആയിരിക്കണം. പക്ഷേ അതുകൊണ്ട് ഒരു ദളിതൻ അവിടെ വന്നുകൂടാന്നല്ല. അയാൾക്ക് കഴിവുണ്ടെങ്കിൽ, അയാൾക്ക് കൃത്യമായ വീക്ഷണമുണ്ടെങ്കിൽ, ക്വാളിറ്റി ഉണ്ടെങ്കിൽ, മെറിറ്റ് ഉണ്ടെങ്കിൽ അയാൾക്കും അവിടെ എത്താം. ഇനി ഒരു സവർണന് അയാൾ സവർണനായതുകൊണ്ട് ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ അയാളുടെ ആ പടി കടത്തില്ല. ജാതിയല്ല ഇതിന്റെ ഒന്നും ബേസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കാര്യം പറ്റിയാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് ബഹിരാകാശ പരിവേഷണം പോലത്തെ ഒരു വലിയ കാര്യത്തിനിടയ്ക്ക് ചെന്ന് അവിടെ പോലും ജാതി കലർത്തുകയും അത് നോക്കി നിന്ന് പറയുന്ന, അത് വളരെ പ്രാധാന്യത്തോട് കൂടി കൊടുക്കുന്ന മാധ്യമങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇത് എന്താണ് പറ്റുന്നത്? കടുത്ത ജാതി തീവ്രവാദമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാറിന്റെ ഇലക്ഷൻ കൂടി പടിവാതിക്കൽ എത്തി നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ദളിത് വോട്ടുകളെ സമാഹരിക്കാനായിട്ടുള്ള ഒരു തന്ത്രമായിട്ടായിരിക്കാം കോൺഗ്രസ് ഇതിനെ കാണുന്നത്.
അല്ല, കോൺഗ്രസിന്റെ നമ്മൾ ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാം. ഈ കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? നേരത്തെ അർജുൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. BR അംബേദ്കറിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ദളിത് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർ തന്നെ പലപ്പോഴും പറയുന്നത് RSS ആണ് ഈ പറയുന്ന ജാതിയുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശത്രു ഇവരാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ചോദിക്കുന്നത്, എവിടെയാണ് RSS ജാതീയപരമായ വേർതിരിവ് കാണിച്ചത്? സംഘടനാപരമായിട്ട് നമ്മുടെ ഇന്നത്തെ ഗവർണർ തന്നെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണല്ലോ. ഗവർണർ ദളിതാണ്, രാഷ്ട്രപതി ദളിതാണ്, നരേന്ദ്രമോദി OBC-കാരനാണ്, ഈ ഒറീസയുടെ മുഖ്യമന്ത്രി, അതെ ഒറീസയുടെ മുഖ്യമന്ത്രി തുടങ്ങി നിരവധി പേര് ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ദളിത് എംപിമാരുള്ളത് ആർക്കാണ്? അതും BJP-ക്കാണ്. നമ്മൾ കോൺഗ്രസിന്റെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഖാർഗെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുള്ള ആ വിഭാഗത്തിൽപ്പെട്ടവർ എത്ര പേരുണ്ട്? ഇപ്പോൾ CPM-ന്റെ കാര്യം പരിശോധിച്ച് നോക്കിയാലും ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന സെക്രട്ടറി ആയിട്ടോ ആ വിഭാഗത്തിൽ നിന്ന് വേണ്ട, ഈ പറയുന്ന അവർ ഭരണം ലഭിച്ച മേഖലയിലെല്ലാം തന്നെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ എത്ര പേരുണ്ട്? അപ്പോൾ തങ്ങളുടെ പാർട്ടികൾ ഈ പറഞ്ഞ പരിഗണന ഒന്നും നൽകാതെ അകറ്റി നിർത്തിയിട്ട് ശേഷം എന്തോ ഒരു ദളിതുകൾക്ക് വേണ്ടി വാദിക്കുന്നു എന്നുള്ള ഒരു ഫോൾസ് നറേറ്റീവ് സൃഷ്ടിക്കുകയാണ് ഇന്ന് കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും എല്ലാം ചെയ്യുന്നത്. ഈ ദളിത് വാദം എന്ന് പറയുന്നത് ഒരു മുഖംമൂടിയായി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും അതുപോലെ തന്നെ ഇവിടുത്തെ കക്ഷികളൊക്കെ. ഇവിടെ RSS-ന്റെ പ്രചാരകന്മാരിൽ എത്രയോ അധികം ദളിത് പ്രചാരകന്മാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജാതിയല്ല, ജാതിക്കെതിരാണ് RSS യഥാർത്ഥത്തിൽ. ഇവിടെ ആലുവയിൽ തന്ത്രവിദ്യാപീഠം എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമുണ്ട്. അതായത് ഏതൊരു മനുഷ്യനും ജനനമല്ല ജാതിയുടെ അടിസ്ഥാനമെന്നും കർമ്മമാണ് ജാതിയുടെ അടിസ്ഥാനമെന്നും വിശ്വസിക്കുന്നതാണ് ഈ പൗരാണിക അല്ലെങ്കിൽ ഭഗവത്ഗീത എന്നൊക്കെ പറയുന്ന ഹിന്ദുയിസം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണക്കാരനും ഏത് ക്ഷേത്രങ്ങളിലും ശാന്തിക്കാരനാവാം, പൂജാരിയാവാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി വേദം പഠിപ്പിക്കാൻ വേണ്ടി ഈ ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ ഏത് ജാതി ഭേദമന്യേ എല്ലാ സനാതന വിശ്വാസികൾക്കും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അഡ്മിഷൻ കൊടുത്ത സ്ഥാപനമാണ് ആലുവയിലെ തന്ത്രവിദ്യാപീഠം. അത് സ്ഥാപിച്ചത് മാധവ്ജി ഉള്ള കാലത്താണ് സ്ഥാപിച്ചത്. പക്ഷെ നമ്മൾ മറ്റൊരു വസ്തുത ഓർക്കേണ്ടത്, ഇതേ സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അവരെന്തുകൊണ്ട് ഇതേപോലെ നടപ്പാക്കുന്നില്ല? ഭരിക്കുന്നത് ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു പ്രക്രിയ അവരെന്തുകൊണ്ട് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. വലിയ തോതിൽ ദളിതുകൾക്ക് വേണ്ടി വാദിക്കുകയും എന്നാൽ തങ്ങൾക്ക് അധികാരമുള്ള ദേവസ്വം ബോർഡുകളിലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളിലോ ഒന്നും ഈ പറയുന്ന ഒരു നവോത്ഥാനം സൃഷ്ടിക്കാൻ ഇക്കൂട്ടർക്ക് കഴിയുന്നില്ല. എന്നുള്ളതാണ്. അതായത് മലബാർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, 3 ദേവസ്വം ബോർഡുകളുണ്ട്. ഈ 3 ദേവസ്വം ബോർഡുകൾക്കും കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഈ നമ്പൂതിരി വിഭാഗങ്ങളിൽ ജനിച്ച ആളുകൾക്ക് മാത്രമാണ് പൂജ പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ള നിലപാടല്ലല്ലോ. ആ നിലപാട് പിന്നെ യഥാർത്ഥത്തിൽ അത്തരം നിലപാടുകൾ എടുക്കേണ്ട ഒരു കാര്യവുമില്ല. അവരെ പരിഗണിക്കാം. അവരോട് എതിരായിട്ടല്ല പറയുന്നത്, അവരെ പരിഗണിക്കാം. പക്ഷെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സാധാരണ പൂജ പഠിച്ചു വരുന്ന ആളുകളെ പരിഗണിക്കുന്നില്ല? ഇവരുടെ ദളിത് സ്നേഹം എവിടെ പോയി? ഇത്രയും കൊല്ലമായിട്ടും എന്തുകൊണ്ടാണ് ഇവർ പല ക്ഷേത്രങ്ങളിലും തന്ത്രിയെ പരിഗണിക്കേണ്ട? തന്ത്രി കാലങ്ങളായിട്ട് ആചാരപരമായ ഒരാളായിരിക്കും, ഒരു കുടുംബമായിരിക്കും, പോട്ടെ. ഈ പറഞ്ഞ പൂജാരിയെ തീരുമാനിക്കാതെ എന്തുകൊണ്ടാണ് ഇവർക്ക് തീരുമാനിക്കാൻ കഴിയാത്തത്? എന്നിട്ട് ഇവർ പറയുന്ന ദളിത് സ്നേഹം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും ദളിത് സ്നേഹം അങ്ങേയറ്റമാണ്. ഇനി അടുത്ത ഒരു ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ദളിതരെ വെക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അത് മാത്രമല്ല, നമ്മൾ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ പോലും അനുഭവിക്കുന്നത് അവഗണനയാണ്. ആ ഗാന്ധി കുടുംബത്തിന് മുന്നിൽ അനുഭവിക്കുന്നത് അവഗണന മാത്രമാണ്. അദ്ദേഹം എല്ലാം ഒരു പാവയുടെ സ്ഥാനത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ ഒരു സംശയം കൂടി എനിക്കുണ്ട്. വല്ലാതെ ദളിത് സ്നേഹം പറയുന്ന ആളുകൾക്ക് വേണ്ടി ഈ തന്ത്ര പഠിക്കാനും അതുപോലെ തന്നെ വേദങ്ങൾ പഠിക്കാനും അവരെ ഏതൊരാൾക്കും വേദം പഠിച്ചു കഴിഞ്ഞാൽ പൂണൂലിടാം, ഏതൊരു മനുഷ്യനും പൂണൂലിടാം. മനസ്സിലായി? അതൊരു ജാതിയുടെ ക്രൈറ്റീരിയ അല്ല അത്. മനസ്സിലായല്ലോ? കുറേ മനുഷ്യന്മാർ ഹൈജാക്ക് ചെയ്ത് വെച്ച സംഭവത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, യഥാർത്ഥ സത്യത്തെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ, തൊഴിലാളി വർഗ ഗവൺമെൻറ് എത്ര ആളുകളെ പിന്നെ ജാതി ഭേദമന്യേ ഞങ്ങൾ
ഇത് പൂജ പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടില്ല. ആകെ ഇവിടെ പൂജ പഠിപ്പിക്കുന്നത് RSSന്റെ തന്ത്രവിദ്യാലയവും അതുപോലെ തന്നെ മറ്റ് ചില സംഘടനകൾ നടത്തുന്ന സ്ഥാനമല്ലേ? എന്തുകൊണ്ടാണ് ഈ ദളിത് സ്നേഹം പറയുന്ന ആളുകൾ ഇത് പങ്കെടുപ്പിക്കാത്തത്? നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്താണ് ഈ ബഷീറിന്റെ ഒരു കഥാപാത്രമുണ്ട്, എട്ടുകാലി മമ്മൂഞ്ഞ്, എല്ലാ ഗർഭത്തിന്റെ ഉത്തരവാദി ഞാനാണ്, പിന്നെ അവിടുത്തെ പിന്നെ എന്താണ് ഒരു പിന്നെ സ്ത്രീ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് ആരെയാണ് എന്ന് അറിയാതെ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് CPM-ന്റെ പല നിലപാട്. CPM-ന്റെ പല നിലപാട് നമുക്കറിയാമല്ലോ. സകല നവോത്ഥാനം നടപ്പാക്കിയത് ഞങ്ങളാണ്. പക്ഷേ ഈ നവോത്ഥാനം നടപ്പാക്കിയിട്ടുള്ള നേതാക്കന്മാരുടെ പേരുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. കൃഷ്ണപിള്ള, MN ഗോവിന്ദൻ നായർ, EMS നമ്പൂതിരിപ്പാട്. അങ്ങനെ പേരിൽ തന്നെ ജാതി, അങ്ങനെ പേരിൽ തന്നെ ജാതിയുള്ള കൂട്ടരാണ് ഈ പറയുന്ന പോലെ ജാതീയതയ്ക്കെതിരെ പോരാടി ഈ പറയുന്ന വലിയ നവോത്ഥാനം സൃഷ്ടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബോധ്യമാണല്ലോ, ഈ പറയുന്ന പേരിൽ നിന്ന് പോലും ജാതി പേര് നീക്കാൻ കഴിയാത്ത കൂട്ടരാണ് നവോത്ഥാനത്തെ പറ്റിയും ഒക്കെ പറയുന്നതിൽ നമ്മൾ പരിഹാസരായിരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒക്കെ ദളിത് സ്നേഹം കാപട്യമാണ്. പക്ഷെ അത് ഇവിടുത്തെ ഒരൊറ്റ ദളിത് ആക്ടിവിസ്റ്റുകൾക്ക് പോലും അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യമില്ല. അവരെപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നത് RSS അല്ലെങ്കിൽ BJP എന്തോ ദളിത് വിരുദ്ധമാണ് എന്നാണ് അവരെപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് വെക്കുക. ഈ കേരളത്തിൽ മധു കൊല്ലപ്പെട്ട സമയത്ത് പോലും അതിനെതിരെ ഒരു അക്ഷരം ശബ്ദിക്കാത്ത ആളുകൾ, അതിനെതിരെ എന്താണ് അതിൽ പ്രതിയായിട്ടുള്ള CPM-കാരനെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം ഇവിടുത്തെ എന്താണ് ദളിത് വിഭാഗങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോഴും കേരളത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിന് പരിഹാരം കാണാത്ത ആളുകളാണ് വീണ്ടും വീണ്ടും ദളിത് സ്വത്വ രാഷ്ട്രീയവാദം പറഞ്ഞുകൊണ്ട് ഇവർക്കിടയിൽ പ്രവർത്തിക്കാതെ ഈ മാധ്യമങ്ങളിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അത് ഇപ്പം വേടനൊക്കെ പാട്ട് പാടുന്നു. വേടൻ പാട്ട് പാടിയതുകൊണ്ട് സാധാരണ ദളിതന്മാർക്ക് എന്താ കാര്യം എന്നൊരു ചോദ്യമുണ്ട്. അതൊന്നും ചെയ്യാതെ ഒരു പൊളിറ്റിക്സിനെ ഇങ്ങനെ കരുതി വെക്കുക, ഒരു ജാതി സ്വത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് തട്ടാനുള്ള ഒരു മറ്റൊരു കൂട്ടരുടെയും കൂടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗം മാത്രമാണ് ഇതൊക്കെ. അത്തരത്തിലുള്ളൊരു അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും BJP-ക്കും എതിരായി കൊണ്ടുള്ള ഒരു അജണ്ട തന്നെയാണ് കൃത്യമായി ഇവിടെ കോൺഗ്രസിന്റെ നേതാവും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.